ഋഷി ജിൻഡോ ഫൈറ്റ് റീസൺ ഇതാണ്. പുതിയ ക്യാപ്റ്റനായിട്ടുള്ള റസ്മിൻ പറയുന്നു, ഇനിയിപ്പോൾ ഇവിടെ പുതിയ ടാസ്കുകളൊക്കെ വരും. അപ്പോൾ ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി വരുന്നതൊക്കെ കൂടുതൽ ഹാർഡായിട്ടുള്ള ടാസ്കുകളായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇനി വരുന്ന ടാസ്കുകളിൽ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നത് ആരായാലും ആ ടാസ്കിൽ നിന്ന് ഞാൻ പുറത്താക്കും എന്നുള്ളത്. അങ്ങനെ ഒരു ഡിസിഷൻ ഞാൻ എടുക്കുമെന്ന്. അപ്പോൾ രതീഷ് പറയുന്നുണ്ട്, അതിപ്പം മനഃപൂർവ്വം അങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ജിൻഡോൻ്റെ കാര്യത്തിലും ജിൻഡോ ഋഷിനെ ഹോൾഡ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആദ്യം വാണിംഗ് കൊടുക്കുക, അതിനുശേഷം പിന്നെ പുറത്താക്കുക, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വാണിംഗ് കൊടുക്കുക എന്നുള്ളത് ചെയ്യുക ആദ്യം എന്ന് രതീഷ് പറയുന്നുണ്ട്. അപ്പം ഈ ജിൻഡോനെ ഉദ്ദേശിച്ചിട്ടാണ് റസ്മിനും ആ കാര്യം ഇങ്ങനെ പൊതുവെ പറയുന്നത്. അത് ജിൻഡോയ്ക്ക് മനസ്സിലായിട്ട് ജിൻഡോ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഫിസിക്കലി അറ്റാക്ക് ചെയ്തത് ഞാൻ മാത്രമല്ല, എന്നെയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അഭിഷേക് അന്നത്തെ ടാസ്കിൽ എന്നെയും അഭിഷേക് ശ്രീകുമാർ ആ ടാസ്കിൽ എന്നെയും അതേപോലെ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഞാൻ മാത്രമല്ല, ഇവിടെ എന്നെ മാത്രം എന്തിനാ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഋഷി പെട്ടെന്ന് ചാടി എണ്ണീട്ടിട്ട് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അഭിഷേകിൻ്റെ പേരെടുത്തിരുന്നത്, നിങ്ങൾ അന്ന് പിന്നെ അവൻ അപ്പം തന്നെ വന്ന് സോറി പറഞ്ഞതാണ്, നിങ്ങൾക്ക് അന്ന് എന്താ കണ്ണിലിരുട്ട് കയറുന്നു കാണാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആളല്ലേ, അപ്പം നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അഭിഷേകിൻ്റെ പേരെടുത്തിരുന്നതെന്ന് പറഞ്ഞ് ഒരാവശ്യമില്ലായിരുന്നു ഋഷിക്ക് അവിടെ. കാരണം ഋഷി അന്നത്തെ ടാസ്കിൽ ഋഷി പറഞ്ഞൊരു പോയിന്റ് അത് ശരിയാണ്, അതിനെ ഞാനും അംഗീകരിക്കുന്നുണ്ട്. ആ ടാസ്ക്, അതായത് ആ ഡേഞ്ചർ കോയിൻ ഒട്ടിക്കുന്ന ടാസ്ക്, അത് പിടിച്ചു വെച്ചിട്ട് ഇതാക്കുന്നതല്ല, പിടിച്ചു വെച്ച് ഒട്ടിച്ചിട്ട് വിടാം, പക്ഷെ പിടിച്ചങ്ങനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നത് ശരിയല്ല എന്നുള്ളത് അത് ഋഷി പറഞ്ഞ അന്ന് പോയിൻ്റാണ്. പക്ഷേ ഫിസിക്കലി ഇങ്ങനെ ഈ അറ്റാക്ക് ചെയ്യുന്നത് അത് ജിൻഡോ മാത്രമല്ല അവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഗബ്രി അതിനിടയ്ക്ക് ഇരുന്നിട്ട് വലിയ ന്യായം പറയുന്നുണ്ട്. അന്ന് ശരണ്യേനെ ഗബ്രി ഏത് രീതിയിലാണ് പിന്നെ അറ്റാക്ക് ചെയ്തത്? ശരണ്യയ്ക്ക് ഭയങ്കര പരിക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. അന്ന് ഗബ്രി ഇതൊന്നും ആയിരുന്നില്ലല്ലോ ന്യായം പറഞ്ഞ, ഇത് ഗെയിമിൻ്റെ ഇടയ്ക്ക് പറ്റുന്നതാണെന്നല്ലേ. അപ്പം ശരണ്യം അന്നത് ഗെയിം സ്പിരിറ്റിലെടുത്തു, അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് എന്നുള്ളത്. അഭിഷേകും പിന്നെ സായിയും നമ്മുടെ അർജുനും ഒക്കെ സമയത്ത് ഈ ജിൻഡോ ആയിട്ട് അന്ന് ഒരു ടാസ്കിൽ, ആ ടവർ ഉണ്ടാക്കുന്ന ടാസ്കിൽ ഫൈറ്റ് ചെയ്തപ്പോഴും ജിൻഡോയെ ഒരുപാട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതും അവർ ഗെയിം സ്പിരിറ്റിലാണ് എടുത്തത്. പക്ഷേ ഈ ലാസ്റ്റ് നടന്നതിൽ ഒരു കാര്യം വെച്ചിട്ട് ജിൻഡോ മാത്രമാണ് എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിയല്ല. അവിടെ എല്ലാവരും ജിൻഡോനെ മാത്രം പറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്തത്. അത് ജിൻഡോ പറഞ്ഞ കാര്യം ശരിയുമാണ്. ആക്ച്വലി ഇപ്പോൾ ഋഷീൻ്റെ സ്റ്റിയറിങ് ശ്രീരേഖൻ്റെ അടുത്താണ്. ശ്രീരേഖ ജിൻഡോനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കുറേ കാര്യങ്ങൾ തലയിൽ വെച്ചിട്ടാണ് ഋഷി ഇപ്പോൾ അവിടെ പെരുമാറുന്നത്. മുമ്പ് നടന്നിട്ടുള്ള ഈ ഫിസിക്കൽ ടാസ്കിലൊക്കെ അവിടെ പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഗബ്രീൻ്റെ ഇതുകൊണ്ട് ശരണ്യയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ ടവർ ടാസ്കിൽ അപ്സരയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ശ്രീതു, അർജുൻ ഒക്കെ പരിക്ക് പറ്റിയതാണ്. ഇതൊക്കെ എല്ലാം ജിൻഡോ ചെയ്തിട്ടല്ലല്ലോ. അപ്പോൾ ജിൻഡോനെ മാത്രം ഇങ്ങനെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഇത് മാത്രമല്ല, ഈ ലൈവിൽ കുറച്ച് മുമ്പ് ജിൻഡോ ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു തർക്കം വന്ന സമയത്ത് ജിൻഡോ അവിടെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ മാപ്പ് പറയാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കിനും അവിടുന്ന് എല്ലാവരും എണീറ്റ് പോയി. അപ്പോൾ ഋഷിക്ക് ആ മാപ്പൊന്നും കേൾക്കണ്ട. എന്നിട്ട് പറയുകയും ചെയ്യും, നിങ്ങളെ ആരും ഒറ്റപ്പെടുത്താൻ പോകുന്നില്ല, അത് ഏക്കത്തില്ല എന്ന്. നിങ്ങളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഈ ഒറ്റപ്പെടുക എന്നുള്ളത് ജിൻഡോൻ്റെ ഗെയിം ആണെങ്കിൽ വീട്ടുകാരെല്ലാം അതിൽ വീണു എന്ന് തന്നെ വിചാരിക്കണം. അതിലും ജിൻഡോ ജയിച്ചു നിൽക്കുകയാണെന്ന് വേണം ഇപ്പോൾ പറയാൻ വേണ്ടി.